എന്താ രാമേന്ദ്ര പ്രശ്നം? രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമക്കേസിലാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. അന്ന് കാട്ടിക്കുട്ടിയ കാര്യങ്ങൾക്ക് അന്ന് തന്നെ പുള്ളി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിരുന്നല്ലോ പുള്ളിയുടെ ആഗ്രഹം. അങ്ങനെ അറസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു രീതിയാണോ? അതൊന്നുമില്ല. പിണറായി വിജയന് ചെയ്യാൻ പറ്റുന്ന അയാൾ ചെയ്യട്ടെ, ബാക്കി നമുക്ക് നോക്കാം. അതിന് ഞാനും ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടാം പ്രതിയാ. ഈ കേസിൽ ഒന്നാം പ്രതി ഞാനാണല്ലോ. വരട്ടെ, നമുക്ക് കാണാന്നേ ആരെയാണ് ഇദ്ദേഹം പേടിപ്പിക്കുന്നത്. അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യണമെന്നത് പിണറായി വിജയന്റെ തീരുമാനമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ബെഡ്റൂമിന്റെ വാതിൽ പോലീസുകാരനാണ് വീട്ടിന്റെ ഉള്ളിൽ പോയി നോക്കി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇടവളഞ്ഞ് എന്റെ ബെഡ്റൂമിലേക്ക് പോലീസുകാർ കടന്നു വന്ന് അറസ്റ്റ് ധരിച്ചു വെച്ചിരിക്കുന്ന രാഹുൽ എന്ന് പറഞ്ഞാൽ ധൈര്യശാലിയാണ്. ഇതൊന്നും കണ്ട് പേടിക്കുന്ന കൂട്ടത്തിലും അല്ല. ഇതാണോ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ ഗവൺമെന്റ് എടുക്കുന്ന നടപടി? ഞങ്ങൾ ആരും അറസ്റ്റിന് ഭയപ്പെടുന്നില്ല. വീട് വളഞ്ഞു വെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം എന്തായിരുന്നു പോലീസിന്? അവർ ചെയ്ത കുറ്റം നോക്കിയിട്ടാണ് പോലീസ് നടപടി. എനിക്കൊരു സംശയം, ഇതൊരു മനഃപൂർവ്വമായിട്ടൊരു പ്രൊവക്കേഷൻ ആണോ അവർ ആഗ്രഹിക്കുന്നത്. ഇത് തീരെ ശരിയായിരുന്നില്ല എന്നൊരു സംശയവുമില്ല. ഇതിന് ഞാൻ അറ്റലി കണ്ടം ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ദിസ് ഇസ് റോങ്. പോലീസ് വളഞ്ഞ പോലീസ് വന്ന് വിളിച്ചോണ്ട് പോയി കാണോ? അല്ലെ പോലീസ് വളയേണ്ട കാര്യം. പിണറായിക്കെതിരെ ആരെങ്കിലും സമരത്തിന് പോയാൽ അവരെ ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കുമെന്നുള്ള ഒരു സന്ദേശമാണ്. ഇത് ആദ്യത്തെ സംഭവമാണ്, ഇതെന്തോ വലിയ സംഭവമാണ് എന്നൊന്നും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ വീടുകൾ എത്ര മണി കയറിയത്? എത്രയോ പ്രവർത്തകരെയാണ് ആക്രമിച്ചു പിടിച്ചത്. എന്ത് കുറ്റത്തിന്റെ പേരിലാണ് ഒരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് പോലെ അറസ്റ്റ് ചെയ്യാൻ പിണറായി ഉത്തരവിടുന്നത്? ഇത് പണിയാവോ? ആ നടപടിയുടെ ഭാഗമായിട്ടുള്ള കേസുകൾ ഉണ്ടാകും. മനഃപൂർവ്വമായിട്ടൊരു രാഷ്ട്രീയ സന്ദേശം അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? നമ്മുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്യണമെന്നാ? അങ്ങനെയൊന്നും പേടിക്കത്തില്ലല്ലോ. ഇതങ്ങനെ കണ്ട് നിർത്തുവോ? അധികാരത്തിന്റെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ് കാണിക്കുന്നത്. നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യനെ പറ്റി ജീവിക്കാതെ ഇറങ്ങി പോടാ.